തന്റെ പഠനമുറിയിൽ ഇരുന്ന് ഒരു പുതിയ കഥ തയ്യാറാക്കുകയാണ് വി സാംബശിവൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കുറെ കൃതികൾ ആ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്നു. സാംബശിവൻ അതിലൊക്കെ കണ്ണോടിക്കുകയാണ്. അദ്ദേഹം മലയാളത്തിലെ നിരവധി ഖണ്ഡകാവ്യങ്ങൾ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു വിശ്വസാഹിത്യ കൃതി കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കണം. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടിക്കൂടിയ ഒരു മോഹമാണ്. അതെങ്ങനെയും സാധിക്കണം. അതിനുവേണ്ടി ടോൾസ്റ്റോയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതി, തമശക്തി എന്ന കൃതി അദ്ദേഹം മലയാളത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ എഴുതിക്കഴിഞ്ഞു. ആ കഥയ്ക്ക് അദ്ദേഹം നൽകിയത് അതിലെ നായികയുടെ പേരാണ് അനീസിയ. പക്ഷേ വിശ്വസാഹിത്യത്തിലെ ഒരു നായികയെ മലയാളികൾ സ്വീകരിക്കുമോ? തങ്ങളുടെ സംസ്കാരവുമായി ചേരാത്ത ഒരു നായികയെ സാധാരണക്കാരായ മലയാളികൾ സ്വീകരിക്കുമോ? സാംബശിവന് ഒരു ചെറിയ ഭയമുണ്ട്. ഒരുപക്ഷെ ഇത് പരാജയപ്പെട്ടുപോയാൽ ഇതുവരെ താൻ നേടിയെടുത്ത എല്ലാ പേരും അതോടെ തീരും. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ് കലാകാരൻ. ഒരു ചെറിയ അബദ്ധം ഒന്നിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് കീഴ്പ്പെടുകയല്ല വേണ്ടത്. പൂർവാധികം ശക്തിയോടെ അത് ഉയർത്തിക്കൊണ്ട് വരണം. അതാണ് കലാകാരൻ. തന്റെ യജ്ഞം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് അവതരിപ്പിക്കണം. പക്ഷേ ഈ കഥയ്ക്കൊരു കുഴപ്പമുണ്ട്. ഈ കഥയിൽ ആദ്യ ഭാഗത്ത് അനീസ്യ ആണ് കഥയെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അനീസ്യയെ പോലെ തന്നെ സുന്ദരിയായ ഒരു ഉപനായിക പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനീസ്യയുടെ ആദ്യ ഭർത്താവിന് ഉണ്ടായ അഖിലി എന്ന പെൺകുടി, അഖിലിനെ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ പാടാനുള്ള പാട്ടൊക്കെ സാംബശിവൻ തയ്യാറാണ്. പക്ഷേ ഈ അനീസയെ അവതരിപ്പിക്കുമ്പോൾ മലയാളത്തിൽ കൊടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് മൂളിക്കൊണ്ട് വേണം അവൾ മലയാളികളുടെ മുമ്പിൽ ആദ്യമായിട്ടൊരു സുന്ദരി പ്രത്യക്ഷപ്പെടാൻ. ഒരു രാത്രിയിൽ നിലക്കണ്ണാടിയിൽ മുഖം നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവൾ നിൽക്കുന്ന ഭാവത്തിൽ അവളെ അവതരിപ്പിച്ചു. ഇനി ഏത് പാട്ട് മൂളും? ചങ്ങമ്പുഴയുടെ കൃതികളാണ് മേശപ്പുറത്ത് കിടക്കുന്നത്. ഈ പ്രണയം മനുഷ്യരോട് പറയാൻ ചങ്ങമ്പുഴ കവിതയേക്കാൾ സുന്ദരമായ ഒരു മാധ്യമമില്ലല്ലോ. മാത്രമല്ല ഈ ചങ്ങമ്പുഴയ്ക്ക് കഥാപ്രസംഗവുമായിട്ട് മറ്റൊരു വലിയ ബന്ധമുണ്ട്. കഥാപ്രസംഗങ്ങളുടെ ചക്രവർത്തിയായ കിടാമംഗലം സദാനന്ദൻ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കൃതിയാണ്. സാംബശിവൻ ഒരു ഓണക്കാലത്ത് ചതയ ദിനത്തിൽ ഗുഹാനന്ദപുരം ക്ഷേത്രത്തിൽ പറഞ്ഞതും ചങ്ങമ്പുഴയുടെ ദേവത എന്ന കവിതയാണ്. അങ്ങനെ ചങ്ങമ്പുഴയുടെ കവിതകൾ പറഞ്ഞുകൊണ്ടാണ് രണ്ട് കാഥികന്മാരും കഥാപ്രസംഗ വേദിയിൽ ചുവടുറപ്പിച്ചത്. അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ വരികൾ മൂളിക്കൊണ്ട് മതി തന്റെ നായിക രംഗത്തേക്ക് വരാൻ. സാംബശിവൻ ചങ്ങമ്പുഴയുടെ അതിപ്രസിദ്ധമായ കാമുകൻ വന്നാൽ എന്ന കവിത എഴുതി. രണ്ട് കൂട്ടുകാരികൾ പ്രണയം പങ്കുവയ്ക്കുന്ന, അവരുടെ ഹൃദയ വികാരങ്ങൾ പങ്കുവയ്ക്കുന്ന കവിത. അതെടുത്ത് സാംബശിവൻ മെല്ലെ ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും പേരൊന്നും വേണ്ട. കാരണം വയസ്സനായ ഭർത്താവിനെ അവർക്ക് പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ രണ്ട് വരി സാംബശിവൻ ഒരു കടലാസിൽ എഴുതിയെടുത്തു. എന്നിട്ട് യൂറോപ്യൻ വനിതകളുടെ വേഷമൊക്കെ അറിയാമല്ലോ. അതേ വേഷം ധരിച്ചുകൊണ്ട് ഈ പെണ്ണ് സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ വരാൻ പാടില്ല. അതുകൊണ്ട് മലയാളത്തിലുള്ളൊരു വേഷം, തലമുടിയൊക്കെ രണ്ടായിട്ട് മെനഞ്ഞ് മുന്നോട്ടിട്ട് റിബണൊക്കെ കെട്ടിയിട്ട് കിടക്കുന്ന ഒരു പെണ്ണിന്റെ ഭാവം മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ട് വരി എഴുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ പാടി നോക്കി.
ആ കഥ സാംബശിവൻ വേദിയിൽ അവതരിപ്പിച്ചു. ആ കഥയുടെ അവതരണത്തോടെ അനീസിയും നികിതയും അക്വിനും ഒക്കെ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളായി. ടോൾസ്റ്റോയ് എന്ന എഴുത്തുകാരൻ മലയാളത്തിന്റെ എഴുത്തുകാരെ പോലെ ജനഹൃദയങ്ങൾ കീഴടക്കി. തുടർന്ന് നിരവധി വിശ്വസാഹിത്യ കൃതികൾ സാംബശിവൻ അവതരിപ്പിച്ചു. സാംബശിവൻ കഥ പറയുന്ന ഉത്സവ വേദികളിൽ ഒരു കാലത്ത് ബോക്സിന്റെ അരികിൽ സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ട് കമ്മിറ്റിക്കാർ 5 രൂപയും 10 രൂപയും ഒക്കെ ഈടാക്കിക്കൊണ്ട് ആ ടേപ്പ് റെക്കോർഡറിൽ കഥാപ്രസംഗം പകർത്താനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ചില ബിരുദന്മാർ ഈ പൈസ കൊടുക്കാതെ ബാറ്ററി ടേപ്പിൽ വാങ്ങിയിട്ടിട്ട് ഹോൾ വെച്ച് കെട്ടിയിരിക്കുന്ന മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അത് പിടിച്ചിരുന്നു. അങ്ങനെ എന്തെന്ത് ആഘോഷങ്ങളായിരുന്നു പഴയ ഉത്സവകാലത്ത്. 1975-85 കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നും മടങ്ങുന്ന മലയാളികൾ സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ ഓഡിയോ കാസറ്റ് ഒരു നിധി പോലെ കൊണ്ടുവന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ലീവിന് വന്നിരിക്കുന്ന ഗൾഫുകാരുടെ വീട്ടിൽ നിന്ന് അനീസിയും ഒഥല്ലോയും മന്നാക്കരുണയും ഒക്കെ ഉയർന്നു കെട്ടും. ഇത് അപ്പുറത്തെ വീട്ടുകാരൊക്കെ മുറ്റത്തിറങ്ങിയെന്ന് സാംബശിവന്റെ ശബ്ദം ഇരുട്ടിൽ ഇങ്ങനെ കേൾക്കും. ചായക്കടയിലൊക്കെ സാംബശിവന്റെ കഥാപ്രസംഗം സ്ഥിരം സംസാര വിഷയമായി. വയലിൽ പണിയെടുക്കുന്ന ആളുകൾ വിശ്രമവേളകളിൽ വട്ടം കൂടിയിരുന്ന് ഈ അക്ഷരശ്ലോകമൊക്കെ പറയും പോലെ കുറച്ച് മുമ്പ് കേട്ട അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഉത്സവവേദിയിൽ കേട്ട സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ പാട്ടുപുസ്തകം ഉണ്ടല്ലോ, അത് നിവർത്തി വെച്ച് ഈണത്തിൽ പാടി തുടങ്ങും. സംസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കും നാളിലും സംസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കും നാളിലും അപ്സരസാനന്റെ ഈ പാട്ട് പാടി തീരുമ്പോൾ തന്നെ അടുത്ത പാട്ട് ആരംഭിക്കും. ഇവന്റെ ജീവനായി തിരുപോയി ഇവന്റെ ജീവനായി തിരുപോയി അല്ലകിലാരിക്കനീത മൂല്യമായി ഉള്ളതെല്ലാം എനിക്കേറിയാലും അല്ലകിലാരിക്കനീത മൂല്യമായി ഉള്ളതെല്ലാം എനിക്കേറിയാലും ുമായിരുന്നില്ല വൈവാഹിക എന്തത്തിലെ സ്വതന്ത്രത ുമായിരുന്നില്ല വൈവാഹിക എന്തത്തിലെ സ്വതന്ത്രത ചിന്തയാ ഓമനഗതനം ഇവന്റെ ജീവനാക്കി പോയി. അങ്ങനെ നൂറുകണക്കിന് കഥകൾ കടാമംഗലവും സാംബശിവനും ഒക്കെ വെണ്ണിക്കൊടി പാലിക്കുന്ന സമയത്ത് അവരെപ്പോലെ തന്നെ തിരക്കുട്ട വേദികളിൽ പാടി പറഞ്ഞു നടന്ന ഒരു കഥയായിരുന്നു കൊല്ലം ബാബു. അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പമില്ല. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എത്രയോ കാഥികന്മാർ, വിദ്യാർത്ഥികളും യുവജനങ്ങളും വിദ്യാസമ്പന്നരും സാധാരണക്കാരും ഒക്കെ ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു ജനകീയ കലയായി കഥാപ്രസംഗം അങ്ങനെ മാറി.